ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കനകയുടെ ആഗ്രഹം പോലെ 3 പെൺമക്കളും കൂടി രാവിലെ തന്നെ കനക നടക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആരും കാണാത്ത റൂട്ടിൽ കൂടി പോകണമല്ലോ. വേറെ ആര് കണ്ടാലും ജലജയും അബിയും അവന്തികയും കാണരുത്. അതിനു വേണ്ടി കുറച്ച് മാറി നിൽക്കുന്നൊരു സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത് കേട്ടോ. അപ്പോൾ കനക പറഞ്ഞിട്ട് നമുക്കേ ഒരു 6 മണിയാകുമ്പോഴേക്കും ഇറങ്ങാം, ഒരു 7:30ക്ക് തിരിച്ചു വരാം. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് നയന പറയേണ്ട. അതാകുമ്പോഴേക്കും നവ്യേച്ച് പറഞ്ഞ പോലെ 7 മണി കഴിഞ്ഞിട്ടാണല്ലോ ജലജ അതുപോലെ തന്നെ അബി എഴുന്നേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് അഥവാ അബദ്ധവശം നമ്മുടെ കഷ്ടകാലത്തിന് എങ്ങനെ അവർ കണ്ടാലോ, നമുക്ക് ആ സമയത്ത് വീട്ടിലെത്തുകയും ചെയ്യാം. ഈ സമയത്ത് നയനമോൾ നടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് 3 പേർ കൂടി സംസാരിച്ചോ 4 പേർ കൂടി സംസാരിച്ചങ്ങ് നടപ്പ് തുടങ്ങിയാലോ. ഗോവിന്ദേട്ടൻ വരുന്നുണ്ട്. അയ്യോ ഇല്ലായേ, നിങ്ങൾ പോയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ് ചായയൊക്കെ ഉണ്ടാക്കി വെക്കാം. ശരി ഗോവിന്ദേട്ട, വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി നമ്മുടെ കനക നടക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുക കേട്ടോ. അവർ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും മക്കളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അവർ പോകുന്നത് ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കുള്ള റോട്ടിലേക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. രാവിലെ തന്നെ അബി എഴുന്നേറ്റു. 5 മണിക്ക് തന്നെ. നവ്യയില്ലല്ലോ. രാവിലെ തന്നെ അച്ഛനെ കാണാൻ വേണ്ടി അബി വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്ന മുമ്പേ പോയി കേട്ടോ. അത് നേരം വെളുക്കുന്ന മുമ്പേ അച്ഛനെ കാണാൻ നാഗേന്ദ്രനെ കാണാൻ വേണ്ടി അബി പോയി. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് അബി നാഗേന്ദ്രനും പരസ്പരം കാണാൻ വേണ്ടി വന്നതും. അപ്പോൾ നാഗേന്ദ്രനോട് അബി പറയുന്നുണ്ട്, അവളുണ്ടല്ലോ നവ്യ, അവളെ ഏതോ വല്യമ്മയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ്. ശരി, അതുകൊണ്ടായിരിക്കും നീ ഇപ്പം വന്നേയല്ലേ. അതെ, എനിക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റുമോ വെച്ചാ എന്ന് പറയാണ്. നീ വന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ നിന്നെ വെച്ചേക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അത് ശരിയാ, അത് അമ്മ അറിയണം മുമ്പേ ഞാൻ പോകുക വെച്ചാൽ 7 മണിയാവും അമ്മ എഴുന്നേൽക്കുമ്പോൾ. അതിന് മുമ്പ് എനിക്ക് പോകണം. അല്ല, ഞാൻ അച്ഛനോട് സംസാരിക്കാൻ മതി. നമ്മുടെ ചിങ്ങമാസമൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഓർഡറുകളും കച്ചവടമൊക്കെ ഒരുപാട് നടക്കുന്ന സമയമാണ്. മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിൽ ഒരുപാട് ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പണിപ്പൈസ എന്ന് അവർ മാറ്റുന്നൊന്നുമില്ല. പണിപ്പൈസയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഒത്തിരി സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് അച്ഛാ. അപ്പോൾ അതിനേക്കാളും ഒരു പടി മുകളിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അതെനിക്കറിയാടാ. നമ്മൾ പണിക്കൂലി എടുക്കുന്നില്ല, അതന്നെ വലിയ കാര്യം. പിന്നെ ഇത്രയും പൈസക്ക് മേളിൽ 1 ലക്ഷത്തിന് മേളിൽ സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗോൾഡ് കോയിൻ, അതുപോലെ 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ കൊടുക്കാം. മില്ലിഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ ആണെങ്കിൽ ഗോൾഡ് കോയിൻ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓഫർ ചെയ്യാം. പിന്നെ മോഡലായിട്ട് നവ്യ ഉണ്ടല്ലോ, അത് അവളൊക്കെ എന്താ ചെയ്തോളൂ വെച്ചാൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു കണക്കിന് നമ്മുടെ ജ്വല്ലറിയിൽ മോഡലായിട്ട് നവ്യ വന്നത് ഒരു കണക്കിന് നന്നായടാ. കാരണം നവ്യ മൂർത്തിയുടെ അവിടുത്തെ കൊച്ചുമകൻ്റെ ഭാര്യയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കണതേ മൂർത്തീസ് ജ്വല്ലറിയുടെ ബ്രാഞ്ചാണ് AN ജ്വല്ലറി എന്നൊക്കെയാണ്. അത് നന്നായച്ചാ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സ് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ ജ്വല്ലറിയിലേക്ക് കയറിയാലോ. അതേടാ, എന്തായാലും എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം. അതല്ല, അച്ഛനെ നല്ല കാണാൻ വന്നതിൽ അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടു. അമ്മ എൻ്റെ മുഖത്തടിച്ചു. അതുപോരാതെ അജയൻ ചെറിയച്ഛനും എൻ്റെ മുഖത്തടിച്ചു. അജയൻ അയാളാണ് എല്ലാത്തിനും കാരണം. എന്താ അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലടാ മക്കളെ, അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. നീ അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ സമയമാവട്ടെ, ഞാൻ നിന്നോട് പറയാം. എനിക്കും തോന്നിയിട്ടുണ്ട് അച്ഛൻ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അജയൻ ചെറിയച്ഛനെയും അച്ഛൻ തെറ്റിദ്ധരിക്കുന്ന അച്ഛനെ ഒരു ദേഷ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അജയൻ ചെറിയച്ഛനും അമ്മയൊക്കെ കൂടി ചേർന്നിട്ടായിരിക്കും അച്ഛനെ ചതിച്ചേലേ. അതെ, അജയൻ മാത്രമല്ല, അവൻ്റെ ഒരു ഭാര്യ ഉണ്ടല്ലോ ജാനകി. ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് എന്നെ അന്ന് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, ആ കഥകളൊന്നും എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല. സമയമാവട്ടെ, ഞാനെല്ലാം നിന്നോട് പറയാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ നവ്യയും നയനയും നന്ദും കനകയും കൂടി കാണുന്നുണ്ട്. കൊള്ളാലോ, രാവിലെ തന്നെ അവനവൻ്റെ അച്ഛനെ കാണാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് നവ്യ പറയാണ്. ഇതെന്തായാലും ഇപ്പം തന്നെ അറിയിച്ചേ പറ്റൂ. അല്ല, ആരറിയിക്കാൻ പോണു ചേച്ചി? വേറെ ആരെ? എൻ്റെ അമ്മായിമ്മേനെ അവരെ അറിയട്ടിയത്. അല്ല, അപ്പോൾ ചേച്ചി ഇതെങ്ങനെ കണ്ടെന്ന് വിചാരിക്കില്ലേ? ഞാൻ എൻ്റെ സുഹൃത്ത് വഴി അറിഞ്ഞു എന്ന് പറഞ്ഞോളാം. എന്തായാലും ഇവിടെ ഒരു സ്റ്റണ്ട് നമുക്ക് ഉടനെ കാണാം, നീ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നവ്യ വേഗം തന്നെ നമ്മുടെ ജലജയുടെ കൂട്ടുകാരത്തിനെ കൊണ്ട് വിളിപ്പിക്കാട്ടോ. ജലജയുടെ മൊബൈലിലേക്ക് അച്ഛനും മോനും കൂടി ഇവിടെ സംസാരിച്ചോണ്ട് അതിരാവിലെ സംസാരിക്കാൻ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയാണ്. ജലജ കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ബീച്ചിലേക്ക് വരുവാണ്. ജലജ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാട്ടോ കാണുന്നത്. അബിയും നാഗേന്ദ്രൻ തമ്മിൽ ഭയങ്കര സംസാരം. അത് കണ്ട് ഇഷ്ടപ്പെടാതെ ജലജ വേഗം തന്നെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പണ്ട് നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ മക്കളോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ വേണമെങ്കിൽ ഇവരെ കൊണ്ട് ബലിയിടിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ മരിച്ചതായിട്ട് ഞാൻ ഇപ്പോഴേ കണക്ക് കൂട്ടിയതാണ്. എൻ്റെ മക്കൾ ജനിച്ച സമയത്തല്ല, സ്കൂളിലൊക്കെ പോണ സമയത്ത് അവരുടെ അച്ഛൻ എവിടെ എന്ന് ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ അച്ഛൻ മരിച്ചു എന്നാണ് ഞാൻ പറയാറ്. തൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ പോലും എൻ്റെ മക്കൾക്ക് ചേർക്കാറില്ല, മൂർത്തി എന്നാണ്. അതായത്
അബിയുടെ കൂടെ മൂർത്തിയുടെ അതായത് എൻ്റെ അച്ഛൻ്റെ പേരാണ് ചേർക്കുന്നത്, മനസ്സിലായോ? അപ്പോഴും നാഗേന്ദ്രൻ എന്ന പേര് ഞാൻ ചേർക്കാറില്ല, അബി എം എന്നാണ് ചേർക്കുന്നത്, അല്ലാതെ അബി എന്നല്ല. ഇനി എൻ്റെ മക്കളെ കാണാൻ വേണ്ടി താൻ വരരുത്, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ജലജ അബിയുടെ മുഖത്തൊരു അടിയും കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. അവർ പോയി കഴിയുമ്പോൾ നാഗേന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നാഗേന്ദ്രൻ പെട്ടെന്ന് പൊട്ടിക്കരയാണ്. ഇതെല്ലാം തന്നെ നവ്യ നയനെ നന്ദുവൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നയനെ പറയുന്നുണ്ട്, നവ്യേച്ചി ചേച്ചി അയാൾ കരയുന്നത് കണ്ടോ? അയാൾ ആത്മാർത്ഥമായിട്ടാണ് വിഷമിക്കണത്. വിഷമിക്കും, അയാളുടെ മകനെയല്ലേ ഭാര്യ പിടിച്ചോണ്ട് പോയത്. അങ്ങനെയല്ലേ ചേച്ചി, ഇതിൻ്റെ പിന്നിൽ നമ്മളൊന്നും അറിയാത്ത വേറെന്തോ ഒരു കഥയുണ്ട്. എന്ത് കഥ? ഒരു കഥയില്ല എൻ്റെ നയനെ, നിനക്കൊരു തോന്നല, അല്ലെങ്കിലും എല്ലാവരും നിനക്ക് നല്ലവരാണല്ലോ. നാഗേന്ദ്രൻ അറ്റത്ര നല്ല ആളൊന്നുമല്ല. അയാളെ മൂർത്തിച്ചോട് തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, ആദർശേട്ടനെ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ എന്തൊക്കെ ചെയ്തു, നിനക്കതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? അതൊക്കെ ശരി തന്നെയാ ചേച്ചി. പക്ഷേ അയാൾ ഇപ്പം ഇങ്ങനത്തെ ഒരാളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരോ അയാൾ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിന് ഇത്രമാത്രം ദേഷ്യം കാണിക്കണത് എന്ന് പറയണം. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയണം നമ്മുടെ നവ്യാട്ടോ. അപ്പോൾ നയനെ പറയണ്ടേ, എന്തായാലും ഞാൻ ആ സത്യം കണ്ടുപിടിക്കും, എന്താണ് ഇതിന് പിന്നിലെന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ നയന ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവർ തിരിച്ച് നടപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കണ്ടല്ല, നിങ്ങളിന്ന് താമസിച്ചല്ലോ എത്തിയപ്പോൾ, സമയം 8:30 ആയല്ലോ. അതൊന്നും പറയണ്ട, ഞങ്ങൾ ഒരു അടിപൊളി സീൻ കണ്ടിട്ടാണ് വരുന്നത്. സീനോ? എന്ത് സീൻ? വേറെ ഒന്നുമല്ല, അബിയും അബിയുടെ അച്ഛനും കൂടി രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുക ബീച്ചിൽ. ആ കാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യമോള് ജലജനെ വിളിച്ചു പറഞ്ഞു. ജലജ അവിടെ വന്നു, അബിയുടെ കരുണക്കുറ്റി നോക്കി ഒരു ഒറ്റ അടിയാ. അത് കേൾക്കുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കേണ്ടത് നവ്യടുത്ത്, അല്ലേ മോളെ, ശരിക്കും പറഞ്ഞാൽ ഈ ജലജയും അതുപോലെ തന്നെ ഈ നാഗേന്ദ്രൻ തമ്മിൽ എന്താ പ്രശ്നം? ജലജ അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ, അവർക്ക് സ്വർണവും പണത്തിനോടാണ് ഏറ്റവും വലിയ ആർത്തി. നാഗേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞ് ചതിച്ച് പറ്റിച്ചിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും, എന്തോ കഥ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അതെ അച്ഛാ, ഇതിന് പിന്നിൽ വലിയൊരു ചതിയുടെ കഥയുണ്ട്. അതുടനെ തന്നെ ഞാനും ആദർശേട്ടനും കണ്ടുപിടിക്കും. ദേ മോളെ, നീ വെറുതെ ടെൻഷനൊന്നും കയറ്റി വെക്കലേട്ടെ എന്ന് കനക പറയാണ്. നീ വെറുതെ ആവശ്യമാത്ത കാര്യം ഒന്ന് ആലോചിച്ച് വെറുതെ അതിനെ പുറകെ പോലെ നവ്യ പറയണ്ട്. അത് തന്നെയാണ് നയനെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല സ്ഥലങ്ങളിൽ പോവുക, കണ്ണിന് സന്തോഷമുള്ള കാഴ്ചകൾ കാണുക, കോമഡി കാണുക, അങ്ങനെയൊക്കെ. അല്ലാതെ ഈ നാഗേന്ദ്രനെ പോലുള്ള ആൾക്കാരുടെ വിചാരമൊന്നും നീ മനസ്സിൽ നിന്ന് എടുത്ത് കള, അതൊന്നും വിചാരിക്കല്ലേ. നോക്ക്, സന്തോഷമായിട്ടിരിക്കണം, മനസ്സിലായോ എന്നൊക്കെ പറയുന്നുണ്ട്. നയന ശരിയെന്ന് പറയണ്ട. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി നയനേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് എന്താ അറിയേണ്ടത്? നാഗേന്ദ്ര പഴയ ചരിത്രം അത്രയല്ലേ അറിയണ്ടു, അത് ഞാൻ ഏറ്റു, നീ എങ്ങനെ ഏൽക്കും? അതൊക്കെ ഉണ്ടെന്നേ, എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു പോലീസുകാരിയല്ലേ, എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കാമല്ലോ. ശരി എന്ന് പറയാണ്. അങ്ങനെ ചേച്ചി അനിയത്തിമാർ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെയും നാളത്തെയും ഇനി വരുന്ന എപ്പിസോഡിലും കാണാൻ വേണ്ടി പോണത്. പിന്നെ നാഗേന്ദ്രൻ്റെ ബാക്കി കഥ ഇനി ഇപ്പോഴൊന്നും കാണിക്കുമൊന്നുമില്ല. ഇനിയിപ്പോൾ കാണിക്കാൻ പോകണം നമ്മുടെ നന്ദുവിൻ്റെ മനിയുടെ വിവാഹമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അവർ രണ്ടുപേരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമായിരിക്കും നാഗേന്ദ്രൻ്റെ ആ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.